ഇനി ആലപ്പുഴയിലേക്കാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ അവിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ, ചെറുതന, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ താറാവ് വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നമുക്കിപ്പോൾ മനീഷ് മഹിവാൽ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. മനീഷ് മഹിവാൽ, ഗുഡ് മോർണിംഗ്. ഇടയ്ക്കിടെ അവിടെ ആവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ ഇത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര താറാവുകളെ കൊല്ലേണ്ടി വരും? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ താറാവ് കൃഷി നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട് മേഖല. അവിടെ നിലവിൽ ഒരു 10,000-ഓളം താറാവുകൾക്ക് ഇപ്പോൾ തന്നെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കുട്ടനാട് തായങ്കരി എടത്വ പഞ്ചായത്ത് 1-ാം വാർഡിലെ വരമ്പിനകം പാടശേഖരത്താണ്. ഇവിടെ ഒരു കർഷകരുണ്ട്. കർഷകന്റെ പ്രതികരണത്തിലേക്ക് തന്നെ ആദ്യം പോകാം. ചേട്ടാ, ഈ എത്രത്തോളം ഈ താറാവുകൾ ഇവിടെ ഉണ്ട്? എഫക്റ്റഡ് ആയിട്ടുള്ള താറാവുകൾ എത്രയാണ്? താറാവ് 7,500 താറാവ് കുഞ്ഞായിരുന്നു എനിക്ക്. അതിൽ ഇപ്പോൾ അതിനുമാത്രം ചത്തുപോയെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ 7,500 താറാവുകളെ കൊന്നെടുക്കുമോ? കൊന്നെടുക്കുമെന്നുള്ളത് ഇപ്പം നമുക്കറിയത്തില്ല. അവരുടെ നിയമം എങ്ങനെയാണെന്നുള്ളത് ആ രീതിയിലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ സർക്കാരിൻ്റെ. നമുക്കല്ലാതെ ഒന്നും ഇതിപ്പം വന്നുപോയി. ചൂടിൻ്റെ പ്രശ്നമാണെന്ന നമ്മുടെ ഒരു വിശ്വാസം. എത്ര നഷ്ടം വരും അപ്പം? ഒരുപാട് നഷ്ടമല്ലേ ഇത്? എത്ര 6 ലക്ഷം രൂപ മേളിൽ ഇപ്പം മുടക്കാം. അത്രയും രൂപയും മേളിൽ മുടക്കമായിട്ട് നഷ്ടത്തില്ല. ഇത് ചൂട് കൂടുന്ന സമയത്ത് എപ്പോഴും വരാറുണ്ട്. ചൂട് കൂടുന്ന സമയത്ത് ഇത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് വന്നേക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് H5N1 വൈറസ് ആണ്. മനുഷ്യരിലേക്ക് ഇതുവരെയും പകർന്നിട്ടില്ല. പക്ഷേ ജില്ലാ ഭരണകൂടം ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ പക്ഷികൾ, അതായത് വളർത്തു പക്ഷികളടക്കം, അരുമ പക്ഷികളടക്കം എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കും. 1.5 കിലോമീറ്ററിനകത്തുള്ള പക്ഷികൾ നിയന്ത്രണത്തിലായിരിക്കും. ഈ പ്രദേശത്തൊക്കെ തന്നെ ഇറച്ചിക്കും ഒപ്പം തന്നെ ഈ കാഷ്ടം മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ അതിലൊക്കെ തന്നെ വിൽപ്പന നടത്തുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1.5 കിലോമീറ്റർ പരിധിയിലുള്ള മൊത്തം താറാവ് കർഷകരുടെയും കുടുംബാംഗങ്ങൾക്ക് പ്രതിരോധ മരുന്നുകളും മാസ്കുകളും വിതരണം ചെയ്യും. അത്തരത്തിലുള്ള നടപടികളാണ്. ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പാണ് ഈ കള്ളിങ് പ്രവർത്തനം നടത്തുന്നത്. കള്ളിങ് പ്രവർത്തനം ഈ താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടിയാണ്. അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ ദ്രുതകർമ്മ സേനയായിരിക്കും അത്തരത്തിലുള്ള നടപടികൾ എടുക്കുക. മറ്റൊന്ന് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഇത്തരത്തിലുള്ള മരുന്ന് വിതരണവും ഈ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകും. എന്താണെങ്കിലും കുട്ടനാട്ടിൽ 3 പഞ്ചായത്തുകളാണ്, ചെറുതന, ചമ്പക്കുളം, എടത്വ തുടങ്ങി 3 പഞ്ചായത്തുകളിലാണ് നിലവിൽ താറാവ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ ചൂട് കൂടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് സീസണിൽ ഉണ്ടാകാറ്, പക്ഷേ ഈ തവണ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതാണ് കർഷകൻ പറയുന്നത്. നമ്മളോട് നേരത്തെ പ്രതികരിച്ചത് വരമ്പിനകം പാടശേഖരത്ത് 7,500-ഓളം താറാവ് കൃഷി നടത്തുന്ന കൊച്ചുമോൻ എന്ന കർഷകൻ്റെ ഒരു ദുഃഖകരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം 6 ലക്ഷം രൂപയോളം മുതൽ മുടക്കി നിൽക്കുന്ന ആളാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പക്ഷിപ്പനി വന്ന് മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. താങ്ക് യു മനീഷ് മോഹിബ.